ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ ജീവിത സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദേവദാസി, എന്തുകൊണ്ട് വിശേഷം? കർത്താവിൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവസന്നിധിയിൽ നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം, ഞങ്ങളുടെ ദയ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ നന്ദി കർത്താവേ. കർത്താവിൻ്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ നാമം അതിലൂടെ ഉയർത്തപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കേൾവിക്കാർക്കൊരു അനുഗ്രഹവും അറിവുമായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽവേളയിൽ പ്രിയ കർത്താവിന്റെ ദാസി റൈസലാൻഡിയോടും ജോയ്സ് ടി വിയിലെ പ്രവർത്തിക്കുന്ന മറ്റ് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ലാലി ഷിബു എന്നാണ്. ഞാനിപ്പോൾ പാർക്കുന്നത് റാന്നി എന്ന പ്രദേശത്താണ്. ഓക്കെ, കർത്താവിന്റെ ദാസി, ഇനിയുള്ള സമയം ഞാൻ ദേവദാസിക്ക് നൽകി തരുന്നതാണ്. കർത്താവ് നടത്തിയ വിധങ്ങളെല്ലാം കർത്താവിന്റെ ദാസിക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. എൻ്റെ സ്വന്തം വീട് പത്തനംതിട്ട ജില്ലയിൽ നന്നൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്തോത്രം. അവിടെ ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് എൻ്റെ മാതാപിതാക്കളാൽ ഞാൻ ജനിച്ചപ്പോഴേ ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞു. അതിനു മുൻപ് ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് എൻ്റെ ഭവനം ആയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതേ നിലകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവിന് മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടു. സ്തോത്രം. അങ്ങനെ എൻ്റെ മാതാവിന്റെ ഈ കവിളിന് അന്ന കാലത്ത് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സ്തോത്രം. മെഡിസിൻ ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തില് ഇങ്ങനെ ക്യാൻസർ എന്ന രോഗം എൻ്റെ മാതാവിന്റെ ഈ കവിളിനുണ്ടാകുകയും അങ്ങനെ ആ കവിള് മുഴുവനും അഴുകി അത് വല്ലാത്ത ഒരു വ്രണം വന്നിട്ട് വല്ലാത്ത നിലകളിലേക്കായി തീരുവാനിടയായി. അങ്ങനെ അന്നുണ്ടായിരുന്ന ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ തള്ളി ഭവനത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ച് എൻ്റെ മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ദേശത്ത് അന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്ന ഭാര്യാവിനെ യോനാച്ചാൻ എന്ന് ലോകം അറിയപ്പെടുന്ന കർത്താവിന്റെ അഭിഷിക്ത ദാസനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ മതിയെന്ന് എൻ്റെ മാതാവ് പറയുകയുണ്ടായി. സ്തോത്രം. മാതാവിന്റെ ആഗ്രഹത്തെ മാനിച്ച് എൻ്റെ പിതാവ് കർത്താവിന്റെ ദാസനെ ചെന്ന് കണ്ട് വിവരങ്ങൾ പറയുകയും അങ്ങനെ കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആ നിമിഷത്തിൽ എൻ്റെ മാതാവിന് സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ തള്ളി ഉപേക്ഷിക്കപ്പെട്ടവളായി ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. സ്തോത്രം. അവസാനത്തെ ആഗ്രഹം പറഞ്ഞത് എൻ്റെ പിതാവ് അത് അംഗീകരിച്ചത് കൊണ്ട് മാതാവിന് അത് അനുഗ്രഹമായി മാറി. ആ കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥനയാൽ എൻ്റെ മാതാവ് സൗഖ്യമായി. അതിനുശേഷം മാതാവ് അന്ന് തീരുമാനമെടുത്തു, അന്ന് കടന്നുപോയിക്കൊണ്ടിരുന്ന ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്ന്, അല്ലെങ്കിൽ നാമധേയ ക്രിസ്ത്യാനി എന്നുള്ള പേര് മാറ്റിയിട്ട് ക്രിസ്തുവിനെ യഥാർത്ഥമായി അംഗീകരിച്ച് ഒരു ബന്ധക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ മാതാവ് തീരുമാനമെടുത്തു. അന്ന് മുതൽ പൂർണ്ണമായും മെഡിസിൻ ഉപേക്ഷിക്കുവാൻ തയ്യാറായി. സ്തോത്രം. മെഡിസിൻ ഉപേക്ഷിച്ചത് കൊണ്ട് സ്തോത്രം പിന്നീട് വന്ന ആ ശരീരത്തിന്റെ ആ ബന്ധനം അഴിയപ്പെട്ടു. രോഗത്തിന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. പിന്നീട് ഞങ്ങള് 7 മക്കളാണ്. സ്തോത്രം. അതില് 5 പേര് ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു രോഗം തനിക്ക് പിടിപെടുന്നത്. സ്തോത്രം. അതിനുശേഷം 2 മക്കളുണ്ടായി. ആ സാഹചര്യത്തിലും എൻ്റെ മാതാവ് മെഡിസിൻ ഒന്നും ഉപയോഗിച്ചില്ല. സ്തോത്രം.
ആ അവസാനത്തെ മകളാണ് ഞാൻ. എൻ്റെ മാതാവിന്റെ 50 വയസ്സിന് ശേഷം ഞാൻ ജനിക്കപ്പെട്ടത്. എൻ്റെ പിതാവിന് നല്ല വാർദ്ധക്യത്തിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. സ്തോത്രം. ഒത്തിരി നിന്ദകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും ആ സാഹചര്യത്തിൽ എൻ്റെ മാതാവ് അനുഭവിക്കേണ്ടി വന്നു, എൻ്റെ പിതാവും അനുഭവിക്കേണ്ടി വന്നു. കാരണം എൻ്റെ മൂത്ത സഹോദരന് 30 വയസ്സിന് ശേഷം, സ്തോത്രം, ആണ് ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്. എൻ്റെ മൂത്ത സഹോദരന് ഏകദേശം 3 തലമുറ ഉണ്ടായതിനു ശേഷം നാലാമത്തെ ഒരു കുഞ്ഞിന് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ മൂത്ത സഹോദരന്റെ ഭാര്യ 4മത്തെ കുഞ്ഞിന് ഗർഭവതിയായിരിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ദേശത്താൽ ഒത്തിരി അപമാനമേറ്റു. എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി നിന്ദിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. മാതാവിനോട് മെഡിസിൻ കൊടുത്ത് എന്നെ ഗർഭവതിയായിരിക്കുമ്പോൾ തന്നെ അബോർഷൻ ചെയ്ത് കളയാൻ നോക്കിയപ്പോഴും മാതാവ് പറഞ്ഞ് സമ്മതിച്ചില്ല. എൻ്റെ പിതാവിനെ അത് അനുവദിച്ചില്ല. ദൈവം തരുന്നത് എന്താണെങ്കിലും സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്, അവൾക്ക് വേണ്ടി അതിനു വേണ്ടി ഞാൻ നിന്നെ അനുഭവിച്ചോളാം എന്ന തീരുമാനത്തോടെ മാതാവ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ജനിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിനുശേഷം ഈ മാതാവ് ഇങ്ങനെ ക്രിസ്തീയ പശ്ചാത്തലത്തിലായതുകൊണ്ട് എന്നെയും ആ പക്വതയിൽ തന്നെ വളർത്തുവാൻ ഇടയായി. അതുകൊണ്ട് പെന്തിക്കോസ്തിൽ ജനിച്ച് വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ആരംഭ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ ദാസൻ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ യോനാച്ചാൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്റെ ചർച്ചിലായിരുന്നു ഞങ്ങൾ ആരംഭ കാലഘട്ടത്തിൽ, എൻ്റെ ചെറുപ്രായത്തിൽ. സ്തോത്രം. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ ഏകദേശം 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള, അത് ഇച്ചിരി ദൂരമാണ്, ഞങ്ങളുടെ ഭവനത്തിന്റെ അവിടെ നിന്ന് അല്പം ദൂരമാണ് ആ ചർച്ച്. സ്തോത്രം. അതിനുശേഷം ഷാരോൻ എന്ന ചർച്ചിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഷാരോൻ ഫെലോഷിപ്പ് വാര്യാപുരം ചർച്ചിൽ കൂടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ പിതാവ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും ഇളയതായി ജനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നോട് വളരെ താല്പര്യമായി, വളരെ ഇഷ്ടമായി. അപ്പം സഹോദരങ്ങളും എന്നെ അധികം സ്നേഹിച്ചു, എൻ്റെ മാതാപിതാക്കളും അധികം സ്നേഹിച്ചു, പിതാവിനായിരുന്നു ഏറ്റവും അധികം സ്നേഹം. അങ്ങനെ ഇരിക്കവേ, സ്തോത്രം, ഈ ഷാരോൻ ഫെലോഷിപ്പിൽ വന്നു കഴിഞ്ഞ ഉടനെ പാസ്റ്ററും അവിടെ അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസനായ പാസ്റ്ററും എൻ്റെ ഫാദറും കൂടെ ചർച്ചിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തിരുവല്ലായിലേക്ക്, ഞങ്ങളുടെ അവിടെ നിന്ന് സ്കൂട്ടറിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ബസ് വന്ന് ഇടിക്കുകയുണ്ടായി. അങ്ങനെ എൻ്റെ പിതാവും ആ പാസ്റ്ററും 2 ദിവസത്തിനുള്ളിൽ ലോകത്തിൽ നിന്ന് വേർപെടുവാൻ ഇടയായിത്തീർന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ സംഭവമായിട്ട് മാറി. എൻ്റെ ആ ചെറുപ്രായം എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിന് പഠിച്ചെങ്കിലും സൺഡേ സ്കൂളിൽ പഠിച്ചുള്ള ആ ദൈവിക വചനത്തിന്റെ അറിവല്ലാതെ വചനത്തിൽ ഒരു പക്വത ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ വളരെ അങ്ങ് മറ്റുള്ളവരെക്കാൾ ഏറ്റവും അധികം ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന്, അല്ല വിശ്വാസ ജീവിതത്തിൽ നിന്ന് എനിക്ക് അങ്ങ് പിന്മാറിയ കൊള്ളാമെന്നുള്ള അനുഭവമായിപ്പോയി. സ്തോത്രം. ആ ഒരു സംഭവം. കാരണം ഒരു രോഗം ഒന്നും ഇല്ലാത്ത ഒരാളെ ഇത്ര പെട്ടെന്ന്, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അപകട മരണം സംഭവിക്കാന്ന് പറയുമ്പോൾ അതെന്തോ പാപം ചെയ്തിട്ട്, വലിയ പാപം ചെയ്തിട്ട് നടക്കുന്നതാണെന്നുള്ള ഒരു കേട്ടുകേഴ്വി എന്നയ്ക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം വന്നതോടുകൂടെ എനിക്ക് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ദൈവ സ്നേഹത്തിൽ നിന്നും ആ പഠിച്ചു വന്നതായ ആ ഒരു അനുഭവത്തിൽ നിന്നും അല്പം പിന്മാറുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ എൻ്റെ മാതാവ് ഞങ്ങളെ പറഞ്ഞുറപ്പിക്കും, ഏതെല്ലാം പ്രതികൂലം വന്നാലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടിനാര നിലത്ത് വീഴത്തില്ല, ഇങ്ങനൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിക്കുമായിരുന്നു മാതാവ്. അങ്ങനെ വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയമുള്ള, വലിയ വിദ്യാഭ്യാസവും കഴിവോ പ്രാപ്തിയോ ഒന്നും ഇല്ലാത്ത ഒരു മാതാവായിരുന്നെങ്കിലും കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ വിശ്വാസത്തിൽ നല്ല സമ്പന്നയായ ഒരു വ്യക്തിയായി, അധികം പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മാതാവായിരുന്നു ഞങ്ങളുടെ മാതാവ്. ആ മാതാവിന്റെ പാതയെ പിൻപറ്റി തലമുറകളൊക്കെ കടന്നു വരണമെന്നുള്ള ആഗ്രഹത്തോടെ മാതാവ് അതേ പക്വതയിലാണ് ഞങ്ങളെ വളർത്തിയത്. സ്വതന്ത്രം പദ്യോപദേശം തന്ന് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോ ഈ ഒരു സംഭവം എനിക്ക് വളരെ ഖേദകരമായി, എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറിയെങ്കിലും എന്തോ എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ, കർത്താവിന്റെ ദയയാൽ എന്നെ ദൈവം ഉറപ്പിച്ചു. അതിനുശേഷം അപ്പൊ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. 2 സഹോദരങ്ങൾ അന്ന് ഞങ്ങളോടൊപ്പം പാർത്തിരുന്നു. അവർ വിവാഹം കഴിച്ച്, അന്നത്തെ കൂട്ടുകുടുംബമാണല്ലോ. സ്തോത്രം. 2 സഹോദരന്മാരും അവരുടെ കുടുംബവും ഞങ്ങൾ ഒന്നിച്ച് വസിക്കുന്ന സാഹചര്യത്തിലായിരുന്നു.
പിന്നെ പെട്ടെന്ന് ഈ പിതാവിന്റെ വേർപാടിന് ശേഷം എനിക്ക് അവിടെ നിന്ന് മുമ്പോട്ടുള്ള ജീവിതം എനിക്ക് ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നപ്പോൾ എന്റെ മൂത്ത സഹോദരി അന്ന് ഗ്രേസ് ബൈബിൾ കോളേജിന്റെ ചിൽഡ്രൻസ് ഹോമിലെ വാർഡനായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടമായി. സ്തോത്രം. ആ കാലഘട്ടത്തിൽ എന്റെ സഹോദരി പറഞ്ഞു, നീ ഇവിടെ നിന്നാ ശരിയാവത്തില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടേക്ക് പോകുവാൻ ഇടയായിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അല്പമല്ലാത്ത ക്ലേശങ്ങൾ, രോഗങ്ങൾ, അതുവരെ ഒരു പനി പോലും വന്നിട്ടില്ലാത്ത എനിക്ക് പിന്നീട് പനിയായി. അങ്ങനെ പിന്നെ ന്യൂമോണിയ ബാധിച്ചു. അവിടെ വെച്ച് ഒന്നുകൂടെ കർത്താവിനെ ഒന്നുകൂടെ അറിയുവാൻ എനിക്ക് സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും ദൈവം ഒരുക്കി തന്നു. സ്തോത്രം. അപ്പോൾ എന്റെ ജീവിതത്തിന്റെ ഇവിടെ ഒത്തിരി സ്നേഹം കിട്ടി, ഇവിടെ വാത്സല്യം ലഭിച്ചു, ഒന്നിനും ഒരു കുറവില്ലാതെ അവര് ഹല്ലേലൂയ മാതാപിതാക്കളും അല്ലെ സഹോദരങ്ങളും എന്നെ ആ നിലയിലാക്കി വളർത്തിയത് കൊണ്ട് സ്തോത്രം, ഞാനൊരു ബുദ്ധിമുട്ട് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. എന്റെ സഹോദരങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ചെറുപ്രായത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ അവരാലാകുവോളം എന്നെ ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തിയത് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജീവിതം എന്തെന്ന് പഠിക്കുവാൻ, ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ക്രിസ്തുവിനെ ഒന്നുകൂടെ അറിയുവാൻ, ആ രോഗം വന്നത് നിമിത്തം ക്രിസ്തുവിനെ ഒന്നുകൂടെ അറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. അന്ന് മുതൽ ഞാൻ തീരുമാനമെടുത്ത് ഒന്നുകൂടെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ തുടങ്ങി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ 12ാം ക്ലാസ് വരെ സൺഡേ സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്ക് അത്രമാത്രം ഒരു വിശ്വാസത്തിന്റെ ആഴമോ ദൈവത്തിന്റെ സ്നേഹമോ എന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ ചെന്ന് ഹിന്ദുസ് ആയിരുന്നു എന്നോടൊപ്പം താമസിക്കുവാൻ. അവിടെ നിന്ന് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് മാറി താമസിക്കുവാനിടയായി. എന്റെ ജോലിയുള്ള ബന്ധത്തിൽ മാറി താമസിച്ചു. അവിടെ ഹിന്ദുസ് ആയിട്ടുള്ള ചില സഹോദരിമാരോടൊപ്പം താമസിച്ചു. പക്ഷെ അവരുമായിട്ട് ഞാൻ ഒരു ചർച്ചിലേക്ക്, അവിടെയുള്ള ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഇവരെ എല്ലാം പിന്നെ കൂട്ടിക്കൊണ്ട് ചർച്ചിലേക്ക് പോവുകയും അങ്ങനെ നല്ല ഒരു സാഹചര്യം എനിക്ക് അവിടെ ലഭിക്കപ്പെടുവാനിടയായി. അപ്പൊ ഇവരെ എങ്ങനെങ്കിലും ഉദ്ധരിക്കണം, ഇവരെ എങ്ങനെങ്കിലും വിടുവിക്കണം, ഇവരെങ്ങനെങ്കിലും ക്രിസ്തുവിനെ അറിയണമെന്നുള്ള ഒരു ചിന്തയായി അന്ന് ആ കാലഘട്ടത്തിൽ. സ്തോത്രം. പക്ഷെ അങ്ങനെയൊക്കെ ജീവിച്ചു വരുവേ പെട്ടെന്ന് എന്റെ മൂത്ത സഹോദരി എന്ന് പറയുന്ന വിവാഹം കഴിച്ചിട്ട് ഹസ്ബൻഡിനെ മാനസികമായിട്ട് ഒരു രോഗം ബാധിച്ച് അങ്ങനെ വിവാഹം ഉപേക്ഷിക്കപ്പെട്ടവളായി. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വന്ന് ഭവനത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്തോത്രം. ഒരു കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞ് മരിച്ചുപോയി. ഭർത്താവിനോട് കൂടെ എങ്ങാണ്ട് 3-3.5 വർഷം എങ്ങാണ്ട്, എന്റെയൊക്കെ കുഞ്ഞിലെ ഞാൻ ജനിക്കുന്നതിന് മുൻപായിരുന്നു വിവാഹമൊക്കെ. അപ്പൊ ആ ഒരു നിലകളിൽ പുള്ളിക്കാരി ഭവനത്തിൽ നിന്നിട്ടാണ് ഇങ്ങനെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോയത്. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 40-44 വയസ്സോളമായി എന്റെ മൂത്ത സഹോദരിക്ക്. ആ സമയത്ത് എന്റെ മാതാവ് പറഞ്ഞു, എന്റെ സഹോദരങ്ങള് ഇരുവരും, അല്ലെങ്കിൽ സഹോദരന്മാര് 2 പേരും, 3 സഹോദരന്മാരാണ് ഉള്ളത്. ഒരു സഹോദരൻ അല്പം ദൂരെയായിട്ട് വീട് വെച്ച് താമസിക്കുന്ന ആ സഹോദരനാണ് 4 മക്കളുള്ളത്. 3 പെൺപിള്ളാരും ഒരു ആൺ പൈതലും ഉണ്ടായിരുന്നു. അവര് വേറെ താമസിക്കുന്നു. ബാക്കി 2 സഹോദരന്മാർ ഒന്നിച്ചായിരുന്നു താമസം. അപ്പൊ ഇവരോടൊപ്പം എല്ലാവരുടെയും കൂട്ടത്തിൽ ജീവിക്കുമ്പോ അത് പിന്നത്തേതിൽ ഒരു വൈഷമ്യമാകുമല്ലോ എന്നുള്ള സാഹചര്യം നിമിത്തം എന്റെ മൂത്ത സഹോദരി വിവാഹം കഴിക്കുവാൻ വേണ്ടി ആലോചന ഇട്ടു. ആദ്യമൊക്കെ ആലോചന വന്നപ്പോ എന്റെ ചേട്ടത്തി അതിനെ സമ്മതിച്ചില്ല. എന്റെ സഹോദരി അതിന് എതിരായിട്ട് മാറി. കാരണം വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് പുള്ളിക്കാരി അവിടെ നിന്ന് ഏതായാലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് സമ്മതിച്ച് അങ്ങനെ എറണാകുളത്ത് ഒരു ഭവനത്തിലേക്ക് പുള്ളിക്കാരനെ ആ സഹോദരന്റെ ഭാര്യ മരിച്ചുപോയി. 2 മക്കളുണ്ടായിരുന്നു. അവരുടെ ഭവനത്തിലേക്ക് TPM വിശ്വാസത്തിലായിരുന്നു അവര്. ആ ഭവനത്തിലേക്ക് എന്റെ സഹോദരിയെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്റെ മാതാവും സഹോദരങ്ങളും പറഞ്ഞു, ഇനി ഇവളെ ഡൽഹിയില് ഇവർക്ക് വിടണ്ട എന്ന് പറഞ്ഞ് ഇവര് എന്റെ വിവാഹം നടത്തണമെന്നുള്ള ആഗ്രഹം അവര് പറയുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, 20 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഇവരുടെ നിർബന്ധം, ഇനിയും സഹോദരി ഇല്ലാതെ തന്നെ അങ്ങോട്ട് പോയാലത്തെ സാഹചര്യം തീരുമെന്നുള്ളത് കാരണത്താല് അവരെന്നെ പെട്ടെന്ന് വിവാഹം ആലോചിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് ലഭിക്കപ്പെട്ട ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ലഭിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനകൾ എനിക്കറിയാമായിരുന്നു. ഒരു കർത്തൃ എന്ന് പറഞ്ഞാൽ ഒരു അഭിഷിക്തന അല്ലെങ്കിൽ കർത്തൃവേല ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കും എന്നെ വിവാഹം കഴിക്കുന്നത്. ഞാൻ പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വന്നപ്പോൾ ആരും എന്നോട് പറഞ്ഞതല്ല, എനിക്ക് തന്നെ സ്വയം
തോന്നി ഒരു കർത്തൃവേലക്കാരനായിരിക്കാം എന്നെ വിവാഹം കഴിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ആ നിമിഷത്തിലൊക്കെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അഭിഷിക്തന്മാര് പറഞ്ഞു കേട്ടുള്ള അറിവനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ, ദൈവഹിതമുള്ള ഒരാളിനെ, ദൈവഹിതമുള്ള കുടുംബത്തിൽ എനിക്കൊരു ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയെ ഹല്ലേലൂയ നൽകി തരണമെന്നുള്ള പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. പക്ഷേ കൃപയാൽ ഹല്ലേലൂയ എന്റെ വിവാഹം നടന്നു. സ്തോത്രം. വിവാഹം നടന്നത് എന്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക്. അപ്പൊ എന്റെ ഇളയ സഹോദരൻ അവിടെ പെയിന്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഈ ഒന്നിച്ച് ജോലി, ഓരോ വീടുകളൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പം അങ്ങനെ ഈ റാന്നിന്ന് എന്റെ മരിച്ചുപോയ എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇപ്പം ആളില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. അന്ന് ജോലിക്ക് വേണ്ടി അവിടെ വരുവാനിടയായി തീർന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്റെ സഹോദരൻ ഇവിടെ നിന്ന് റാന്നിന്ന് 3-4 പേരുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുവാൻ കടന്നു വന്നു. അവരോടൊക്കെ പറഞ്ഞു, എന്റെ സഹോദരിക്ക് ഒരു വിവാഹം ആവശ്യം, ഇനി ഞങ്ങൾ അവളെ അങ്ങനെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കെ ഈ എന്റെ പ്രിയപ്പെട്ടവൻ അന്ന് ജോലി ചെയ്യുക, എന്റെ ഹസ്ബൻഡ് എന്റെ ആങ്ങളയുടെ ഒപ്പം ജോലി ചെയ്യുക. അപ്പൊ എന്റെ ഹസ്ബൻഡ് അന്നായിട്ടില്ലല്ലോ, അന്നേരം പറഞ്ഞു, ഞാന് പെങ്ങളെ അങ്ങ് വിവാഹം കഴിച്ചോളാം. ആദ്യമൊക്കെ ഇവരെല്ലാം നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അന്നേരം എനിക്ക് ഞാൻ പറഞ്ഞു, ഒരു ചെറിയ ജോലിയെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ ജോലി ഉണ്ടെങ്കിൽ വീട് കാണത്തില്ല. വീടുണ്ടെങ്കിൽ, ഞാൻ ജനിക്കപ്പെട്ടപ്പം സാമാന്യം നല്ല കൃഷിയായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഏകദേശം ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ പാട്ടത്തിന് കൃഷി ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഭവനവും ഞാൻ ജനിച്ചപ്പം എനിക്ക് യോഗ്യമായ ഒരു ഭവനം, നല്ല വസിപ്പാൻ യോഗ്യമായ ഒരു ഭവനത്തിലാണ് ഞാൻ വസിച്ച്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവര് ചെന്ന് നോക്കുമ്പോ ഒന്നീ വീട് കാണത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഓരോ കുറവുകളായിരുന്നു അന്നത്തെ സാഹചര്യങ്ങൾ. അങ്ങനെ വന്ന ഒന്നീ ആത്മീയ മേഖലകൾ പിന്നോക്കാവസ്ഥയിലായിരിക്കും. എന്താണെങ്കിലും പ്രാർത്ഥിച്ചിരിക്കുമ്പോഴേ എന്റെ ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചോളാം. അപ്പൊ എന്റെ ആങ്ങള പറഞ്ഞു, എന്റെ സഹോദരൻ പറഞ്ഞു, എടി ഞാൻ കുറെ നാളുകൊണ്ട് അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല സ്വഭാവമാണ്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ജോലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉത്തരവാദിത്തമുള്ള വ്യക്തിയാ. അന്നൊക്കെ അതൊക്കെ നോക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിതാവും ഇല്ലല്ലോ. എനിക്ക് പിതാവിനോട് എന്റെ ആഗ്രഹം നേരിട്ട് തുറന്നു പറയാൻ ഒരു പിതാവില്ല. അപ്പൊ സഹോദരങ്ങളുടെ തലമുറ വളർന്നു വരുന്നു, അവരുടെ വിവാഹം കഴിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ അങ്ങ് സമ്മതിച്ചു. സ്തോത്രം. അങ്ങനെ പക്ഷെ സമ്മതിച്ചു കഴിഞ്ഞു. ഞാന് ആഗ്രഹിച്ചതിനെല്ലാം വിരോധമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും നേരെ വിപരീതമായി. എന്തൊക്കെ ആഗ്രഹിച്ചോ അതിന് വിരോധമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ വന്നപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആത്മീയൻ പറയുന്നെങ്കിലും യഥാർത്ഥമായി ഒരു ആത്മീയ പശ്ചാത്തലം ഇല്ലാത്ത ഒരു സാഹചര്യം. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാപങ്ങൾ, നമ്മൾ പറയുന്ന പോലെ പുകവലി, മദ്യപാനം, അങ്ങനെ ചെറിയ ചെറിയ നിലകളിൽ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. സ്തോത്രം. അപ്പൊ നമുക്കിത് അറിയത്തില്ല. നമ്മൾ തികഞ്ഞ ആത്മീയരായിട്ട് മാതാവിന് ആ സൗഖ്യം ലഭിച്ച അന്ന് മുതല് തികഞ്ഞ ആത്മീയരായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതും ആ നിലകളിൽ വളർന്നു വന്നതും. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും എനിക്ക് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വിഷമമായി മാറി. പക്ഷെ എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സാഹചര്യത്തെ അനുകൂലിച്ച് ഇന്നുള്ളവർ ഓടിപ്പോകുന്ന പോലെ നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഭവനത്തിലോട്ട് ചെന്നാലും നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ട് നമ്മൾ അവിടെ നിർത്താനും ആരുമില്ല. അത് കാരണം ഞാൻ ഇതൊക്കെ സഹിച്ചു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു. ജീവിതം നേരെ വിപരീതം ലഭിച്ചപ്പോ പക്ഷെ കർത്താവിനെ ഉറപ്പിച്ചു, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ദൈവവചനത്തിൽ ആശ്രയിച്ച് ഇവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നു. ഏകദേശം വന്നു കഴിഞ്ഞപ്പോ ആ ദുസ്വഭാവങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റി എന്ന് വേണം പറയാൻ. ഞാൻ അങ്ങനെ സഹിഷ്ണുതയോടെ, ക്ഷമയോടെ, ഉപവാസത്തോടും പ്രാർത്ഥനയോടെയും കാത്തിരുന്നത് കൊണ്ടായിരിക്കാം, ദൈവത്തിന് എന്നോടുള്ള ദയ കൊണ്ടായിരിക്കാം, എത്രയും പെട്ടെന്ന് തന്റെ ദാസന് ഒരു തികഞ്ഞ ആത്മീയനായി മാറുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ആത്മീയനായി വന്നു. എല്ലാ മേഖലകളിലും, ആത്മീയ മേഖലകളിൽ ചർച്ചിൽ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്നു. എന്ന് പറഞ്ഞാൽ യൂത്തിന്റെ മീറ്റിങ്ങിന് പോയി പങ്കെടുത്ത് അങ്ങനെ യൂത്തിന്റെ സെക്രട്ടറി ആയിട്ട് മാറി. ഞങ്ങൾ ചർച്ച് ബോർഡിലാണ് കൂടുന്നത്, ചർച്ച് ബോർഡ് സ്റ്റേറ്റ്. സ്തോത്രം. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇരുന്ന പാസ്റ്ററിന്, ഒരു ദൈവദാസന് ഒരു കൈത്താങ്ങലായി എന്റെ പ്രിയപ്പെട്ടവൻ മാറുവാനിടയായിരുന്നു. പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു. കർത്താവ് അത്രയും അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ സാമ്പത്തിക ശേഷി ഒട്ടുമില്ല. ഒരു മേഖലകളിലും പറഞ്ഞറിയിക്ക. പിതാവുണ്ട്, മാതാവുണ്ട്, പിതാവിന്റെ മാതാവുണ്ട്, സഹോദരനുണ്ട്,
അന്ന് സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ല. ഇത്രയും പേരുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു വന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഈ എന്റെ പ്രിയപ്പെട്ടവൻ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. വയസ്സ് 20 കഴിഞ്ഞതേ ഉള്ളൂ, 20-21 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, തനിക്ക് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ 2 പ്രാവശ്യം മഞ്ഞപ്പിത്തം തനിക്ക് വന്നിട്ട് അത് തന്റെ ശരീരത്തെ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ തള്ളി ഉപേക്ഷിക്കപ്പെട്ടവനായി ഭവനത്തിൽ കടന്നു വന്നപ്പോ പിതാവിന്റെ മാതാവ് തന്നെ നേർന്നു. സ്തോത്രം. കർത്താവെ 2 പ്രാവശ്യവും പറഞ്ഞു, കർത്താവെ ഇവനെ സൗഖ്യത്തോടെ ലഭിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിട്ടേക്കാം. അപ്പൊ ഞാനിതൊന്നും അറിയുന്നില്ല. സ്തോത്രം. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ജീവിതത്തിനനുസരിച്ച് നീങ്ങുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇവിടെ വന്ന് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാ ദൈവത്തിന്റെ ദാസന്മാരും എന്റെ പ്രിയപ്പെട്ടവന്റെ തലയിൽ കൈവച്ച് കർത്താവിന്റെ ദൂത് പറയുമ്പം ഞങ്ങൾ ഓർത്തു, എങ്ങനെ ഈ ഭവനത്തിൽ നിന്ന് കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാത്ത ഒരു സാഹചര്യം. കാരണം സകല കാര്യങ്ങളും നമ്മളുടെ ചുമലിലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ഇരിക്കാൻ ഒരു മോൻ ഉണ്ടായി. ആദ്യത്തെ മോൻ പിറന്നെല്ലാം കഴിഞ്ഞപ്പോ പിന്നെ ഒന്നുകൂടെ കർത്താവിനോട് അടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മോന് ആയി കഴിഞ്ഞപ്പോ ഞങ്ങള് മൂത്തയാളാണ് ഭവനത്തില്. മൂത്തയാളായതുകൊണ്ട് ഞങ്ങള് ഭവനത്തിൽ നിന്ന് തന്ന ദാനമായി ലഭിക്കപ്പെട്ട വീതത്തിലേക്ക് ഞങ്ങള് ഭവനം വെച്ച് മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ മാറി നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആത്മീയ കാര്യത്തിന് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവത്തിന്റെ ആലോചന. കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ വേല ചെയ്യണം. അത് നമ്മൾ അംഗീകരിച്ചില്ല. കാരണം എങ്ങനെ ചെയ്യാൻ പറ്റും, മാറി താമസിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഈ കൈക്ക് ഒരു മുറിവ് പറ്റി. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവന്റെ കൈക്ക് ഒരു മുറിവ് പറ്റിയിട്ട്, സ്തോത്രം, കൈയുടെ വിരലുകളിലെ ഞരമ്പുകളെല്ലാം മുറിഞ്ഞു. സ്തോത്രം. മുറിഞ്ഞു പോയ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ പോയി. സാമ്പത്തിക ശേഷി ഞാൻ പറഞ്ഞല്ലോ. ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ 4 ദിവസം ഞങ്ങളുടെ ഇവിടെ ഒരു പ്രൈവറ്റിലാ പോയത്. അന്നേരത്തെ അവസ്ഥയിൽ പെട്ടെന്ന് ഓടിപ്പോയതാ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് 4 ദിവസം അവിടെ അഡ്മിറ്റ് ആയി. ഒരു ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് കൈയെല്ലാം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഈ സാമ്പത്തിക ശേഷി ഓർക്കുമ്പോ എനിക്ക് അങ്ങ് ഭയമായി. എങ്ങനെയെങ്കിലും ഇറങ്ങി വരണം. മോൻ 6 മാസം പ്രായം. അങ്ങനെ ഞങ്ങൾ ആ അവിടെ ചെന്നു ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇറങ്ങി പോരാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് കട്ടിയാടുവാനിടയായി. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകാർ കാണാതെ അവിടെ നിന്ന് മാറി പോരുവാനിടയായി തീർന്നു. കാണാതെ പോരുക. പോന്നിട്ട് ഇവിടെ വന്ന് തികഞ്ഞ ആത്മീയനല്ലേ, അപ്പം ദൈവത്തോട് പാപം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കാര്യം നമ്മൾ ചെന്ന് പരിഹരിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ വീട്ടിൽ വന്നിട്ട് ചർച്ചിലുള്ള പല ഭവനങ്ങൾ കയറി ഇറങ്ങി അന്ന് ഉണ്ടായ അല്ലെങ്കിൽ ആ ബില്ല് തീർക്കുവാൻ ആരോടെങ്കിലും കടം ചോദിച്ച് വാങ്ങിച്ചു പോകാമെന്നുള്ള സാഹചര്യത്തിലായിരുന്നു. മോൻ എന്ന 6 മാസം. പക്ഷെ ആ സാഹചര്യത്തിൽ എങ്ങും നിന്നും ലഭിക്കാതെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ ഒരു തീരുമാനമെടുത്തു. സ്തോത്രം. എന്നെയും എന്റെ മോനെയും കൊണ്ട് റാന്നിയാറ്റിലേക്ക് തള്ളിയിടുക. സ്തോത്രം. എന്നിട്ട് തനിക്ക് നീന്തറിയാവുന്നതുകൊണ്ട് താന് കയമുള്ള ഭാഗത്തേക്ക് നോക്കി അവിടെ പോയി ചാടുക. സ്തോത്രം. ഇതാണ് തന്റെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ താന് ഇങ്ങനെ തീരുമാനമെടുത്ത്, സ്തോത്രം, രാത്രിയുടെ സന്ധ്യ കഴിഞ്ഞു. എങ്ങൊന്നും പണമൊന്നും ലഭിച്ചില്ല. ഞങ്ങൾക്ക് ഭയമായി. എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയം എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്റർ ബുക്ക് എടുത്ത് നോക്കുമ്പോ പണം അടച്ചില്ലെങ്കിൽ അവര് തിരക്ക് വരുമല്ലോ, പോലീസിനെ കൊണ്ട് വരുമല്ലോ. അന്നത്തെ ആ അറിവില്ലായ്മയുടെ കാലം, പേടിയുള്ള ഭയമുള്ള കാലഘട്ടങ്ങളില. ഇങ്ങനെ ഭയപ്പെട്ടിട്ടാണ് ഈ പുള്ളി ഈ തീരുമാനമെടുത്തത്, എന്റെ പ്രിയപ്പെട്ടവൻ. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലോട്ട് കയറണമെങ്കിൽ വഴിയില്ല. ചെറിയൊരു തോട് പോലത്തെ സാഹചര്യം. ഒരു കുന്നിന്റെ മുകളാണ്. മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ഒരു കുന്ന് പോലെ കയറി വരണം. ഒരു തോട് കയറി വേണം മുകളിലേക്ക് വരാൻ. ഞങ്ങൾ പെട്ടെന്ന് എന്നോട് ഒരുങ്ങാൻ പറഞ്ഞു. ഞാൻ ഒരുങ്ങി അപ്പോൾ അന്ന് ടോർച്ചൊന്നുമില്ല. ഞങ്ങളുടെ സാമ്പത്തിക ശേഷിയുടെ ആ ഒരു കാലഘട്ടമാണ്. അതൊന്നുമില്ല. ഒരു മെഴുകുതിരിയുണ്ട്. മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ എന്നാ ഈ തോട്ടിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകാം. എവിടെ പോകുന്നതെന്നും എങ്ങനെയാ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങും. സന്ധ്യ കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് എന്റെ അച്ഛൻ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോഴെല്ലാം ഇതങ്ങ് കെടുവോ. പെട്ടെന്ന് ഒരു കാറ്റും വന്നിട്ട് ഭയങ്കര മഴക്കോള് വന്നു. മഴക്കോള് വന്നത് കൊണ്ട് ഈ
മെഴുകുതിരി അങ്ങ് അണഞ്ഞണഞ്ഞു പോയി. എനിക്ക് കുഞ്ഞിനെ കൊണ്ട് താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. സഹോദര, ഈ മെഴുകുതിരി അച്ഛൻ പിടിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം വന്ന് പെട്ടെന്ന് ഈ കാറ്റും മഴയും ഞങ്ങളെ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് ഒഴിവാക്കുവാനിടയായിത്തീർന്നു. എവിടുന്ന് വന്നതാണ്, എങ്ങനെ ഒരു സാഹചര്യമാണെന്ന് അറിയത്തില്ല. പിറ്റേ ദിവസമാണ് എന്റെ പ്രിയപ്പെട്ടവൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അന്ന് ആ സാഹചര്യത്തിൽ എന്റെ ഒരു ചേച്ചി, എന്റെ ഒരു സഹോദരി അന്ന് ഉദിമൂട് താമസിക്കുക, മൂത്ത സഹോദരി, രണ്ടാമത്തെ, അതായത് മൂന്നാമത്തെ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഞങ്ങൾ 3 പേരിൽ മൂന്നാമത്തെ സഹോദരി ഉദിമൂടെന്ന് പറയുന്ന സ്ഥലത്ത് വിവാഹം കഴിച്ച് അവിടെ പാർക്ക്. അവർക്ക് മക്കളില്ല. അവിടെ ചെന്നു. അവര് അതിന് കുറച്ച് നന്മയൊക്കെ തന്നു. അങ്ങനെ കൊണ്ട് അത് അടച്ചു. ആ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങൾ സ്വസ്ഥമായിട്ട് സ്വാതന്ത്ര്യത്തോടെ വസിക്കുക. അങ്ങനെ ഇരുന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് പലരിൽ കൂടെ പറയുവാനിടയായി, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണം, പൂർണ്ണ സുവിശേഷകരായി മാറണം. ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ 2006 വിവാഹം കഴിഞ്ഞത് 98, 1998 സ്തോത്രം. അങ്ങനെ 2006 എന്റെ പ്രിയപ്പെട്ടവൻ 2 നിലയുടെ മുകളിൽ ഇങ്ങനെ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ സ്തോത്രം പെട്ടെന്ന് അവിടെ നിന്ന് താഴേക്ക് വീഴുവാനിടയായിത്തീർന്നു. അങ്ങനെ പലരാലും പറഞ്ഞു, കർത്താവിന്റെ വേല ചെയ്യണം. അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദൈവദാസന്മാരും വന്ന് പറയുന്നു, ഞങ്ങളുടെ സാഹചര്യം നോക്കിയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. 2 കുഞ്ഞുങ്ങളായി, പുഴയ്ക്ക് ഇളയ കുഞ്ഞായി. മോൾക്ക് ഏകദേശം 1.5 വയസ്സും മോന് 7 വയസ്സും കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കും. അങ്ങനെ മുകളിൽ നിന്ന് താഴെ വീണ ഈ കംപ്ലീറ്റ് ഇവിടുത്തെ അണയിലെ പല്ല് മുഴുവനും ഇളകി. മുകളിൽ നിന്ന് 2 വല്ല താഴേക്ക് പതിച്ചു, 2 വല്ല മൂക്കിന്റെ മുകളിലേക്ക്, മൂക്കിന്റെ അകത്ത് കയറി പതിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നാക്ക് വെളിയിലോട്ട് ചാടി. അപ്പൊ ബ്ലഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് നിമിത്തം ഹോസ്പിറ്റലിൽ ചെന്ന് അവര് വിചാരിച്ച് നാക്ക് മുറിഞ്ഞു പോയതാ, അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്നുള്ള കാരണത്താൽ അവര് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും ഈ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുക, അത് നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇതൊന്നും അറിയുന്നില്ല. ഞാൻ അന്ന് ലേഡീസ് മീറ്റിങ്ങിന് എനിക്ക് വലിയ വചനജ്ഞാനം ഇതൊന്നും അറിയത്തില്ല. പക്ഷെ വചനം എന്നോട് സംസാരിക്കുക ആ കാലഘട്ടങ്ങളിൽ. അപ്പൊ 2 ആഴ്ച കൊണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വചനം ദൈവം തരികയാ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആയിത്തീരും. ഈ വചനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വചനം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഞാൻ ലേഡീസ് മീറ്റിങ്ങിന് ചെന്നപ്പം ഒരു കർത്താവിന്റെ ദാസി എന്നോട് പറഞ്ഞു, ലാലി സിസ്റ്റർ എന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു വചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. പക്ഷെ എനിക്ക് അറിയാവുന്ന രീതി അന്ന് ആ വചനത്തെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം എല്ലാവരോടും ഇങ്ങനെ വചനം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ഞാൻ വന്ന സാഹചര്യത്തിലാണ് ഇത് കേൾക്കുന്നത്. ഞാൻ അവരോട് പറയുകയും ചെയ്തു, 2 ആഴ്ച കൊണ്ട് ഈ വചനം എന്നോട് ഇടപെടുന്നു എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ടാണ് ഈ എന്റെ പ്രിയപ്പെട്ടവൻ വീഴുന്നതും. ഇങ്ങനെയുള്ള സാഹചര്യം, കൊച്ചു കുഞ്ഞുങ്ങളാ. അവര് ഞാനും ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങിയ ഒരു ഭവൻ, അന്നും ഈ ഭവനം തന്നെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞ ഉടനെ എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനൊന്നും പറ്റത്തില്ല. അവര് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് അവര് ആ ഭവനത്തിൽ നിന്ന് അങ്ങ് പോകാനിടയായത്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്നിരുന്ന, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കരയുമ്പോ എന്റെ മോൻ എന്നോട് പറയുന്നുണ്ട്, മമ്മി എന്തിനാ കരയുന്നേ? അമ്മയല്ലേ ഇന്ന് പറഞ്ഞത്, പിന്നെ കർത്താവിന്റെ കുഞ്ഞുങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, കുലുങ്ങാതെ നിൽക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് മോൻ എന്നെ ആശ്വസിപ്പിക്കുന്നു. ആ വചനത്തിൽ ഞാൻ അങ്ങ് ആശ്വസിച്ച് പിന്നെ ഈ ആശ്വാസം കണ്ടെത്തി ഇരിക്കുമ്പോഴാണ് ഞങ്ങള് 4 മണിയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനിടയായി. സാഹചര്യങ്ങൾ ഒരുങ്ങി. എന്റെ അമ്മ ജോലിക്ക് പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്നു. മാതാവ് വന്നു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സ്ഥിതി എല്ലാം എനിക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. അവിടെ വന്നപ്പോ ഇവിടം 2ആയിട്ട് അങ്ങ് പിളർന്നു ഈ സ്തോത്രം. ഇത്രയും കാഠിന്യം ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ ചെറുതായിട്ട് ഒരു മുറിവ് നടന്നു, അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് ആ വീട്ടുകാർ നമ്മളോട് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കാഠിന്യമേറിയ സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയതും. അപ്പൊ ഈ ബ്ലഡ് പിന്നെ ഇങ്ങനെ വരുന്നത് കാരണം അന്നേരം അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തല ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തല സ്കാൻ ചെയ്തപ്പോഴാണ് കണ്ടത് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നുള്ളത്. സ്തോത്രം. അന്നേരം മനസ്സിലായി. അതുവരെ നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യമാണെന്നും എന്താണെന്നും ഒന്നും അറിയത്തില്ല. അപ്പൊ ഈ ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർമാര് കണ്ടുപിടിച്ചു. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇത് ട്യൂമറാ.
അത് കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞ എന്തെങ്കിലും മറ്റു നീരോ മറ്റു കാര്യങ്ങളോ വല്ലതും ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. സ്തോത്രം. പക്ഷെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭവനത്തിലായതുകൊണ്ടും എന്റെ പ്രിയപ്പെട്ടവന്റെ കൂട്ടുകാരൊക്കെ ആയിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ തന്നോടൊപ്പമായിരുന്നു. അപ്പം അവരെല്ലാം അറിഞ്ഞു. ചർച്ചിലുള്ള എല്ലാവരും പ്രാർത്ഥന ആരംഭിച്ചു, ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മളിത് അറിയുന്നുമില്ല. ഞാൻ അപ്പം ഞങ്ങളുടെ അടുത്ത് ഡോക്ടർ വരുവാനിടയായി തീർന്നു. ഡോക്ടർ വന്നപ്പോ ഞാൻ ആ ഡോക്ടറോട് വിവരം പറഞ്ഞു, എന്റെ ഹസ്ബൻഡാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എങ്ങനെയുണ്ട്? അന്നേരം എന്നോട് പറഞ്ഞു, ബ്രെയിൻ ട്യൂമറാ വിഷയം, പല്ലിന്റെ എല്ലാം ക്യാപ്പൊക്കെ ഇട്ട് ഞാൻ ഉറപ്പിച്ചോളാം. സ്തോത്രം. അത് കുഴപ്പമില്ല. അതുകൊണ്ട് ബ്രെയിൻ ട്യൂമർ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് അത് നീക്കം ചെയ്യണം. ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. സ്തോത്രം. രക്തത്താൽ അങ്ങനെ ഞെട്ടിപ്പോയി. ഞാൻ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ആരോട് പറയാൻ? എന്റെ വിഷമം പറയാൻ പിതാവില്ല. സ്തോത്രം. മാതാവുണ്ട് അന്ന് ജീവനോടെ. മാതാവിനോട് പറയാൻ പറ്റത്തില്ലല്ലോ. ഒത്തിരി വാർദ്ധക്യോ. പക്ഷെ അന്നും എന്നെ ഉറപ്പിക്കുന്നുണ്ട്, എന്നെ ഫോൺ ചെയ്തൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തോ കർത്താവ് എനിക്ക് ധൈര്യം തന്നു, കൃപ തന്നു. അങ്ങനെ ഞാന് ഒരു പോഷയെ പോലെ ഞാൻ ആരും അറിയാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ഇതിനെ അപ്രത്യക്ഷമാക്കണം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആദ്യത്തെ CT സ്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ CT സ്കാൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ടുമായിട്ട് ഭവനത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ക്യാപ്പൊക്കെ ഇട്ട് ഉറപ്പിച്ച് ഭവനത്തിൽ വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ചർച്ചില് ഒരു മാസയോഗം നടക്കും. സ്വോത്രം. അന്ന് 24 ചർച്ചിലെ പാസ്റ്റേഴ്സും അന്ന് ഞങ്ങളുടെ ഇപ്പം കർത്താവിൽ പ്രസിദ്ധനായ കർത്താവിന്റെ ദാസൻ PC ചെറിയാൻ പാസ്റ്റർ, ഡിസ്ട്രിക്ട് പാസ്റ്റർ, അന്നും ഇന്നും പാസ്റ്റർ തന്നെയാണ്. സ്വോത്രം. അപ്പൊ കർത്താവിന്റെ ദാസൻ എന്റെ പ്രിയപ്പെട്ടവനെ അരികെ വിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ച് ഈ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പം എന്റെ പ്രിയപ്പെട്ടവൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ശരീരത്തിൽ എന്തോ ഭയങ്കര തീ പോലെ എനിക്ക് അനുഭവപ്പെട്ടു, ഭയങ്കര ചൂട് അനുഭവപ്പെട്ടെന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞു. സ്തോത്രം. ഞാന് സന്തോഷത്തോടെ കൈക്കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും കുഞ്ഞുങ്ങളും എന്റെ പ്രിയപ്പെട്ടവനും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ അവര് പറഞ്ഞു വിട്ടത്, സ്തോത്രം, MRI ചെയ്തുകൊണ്ട് വരണം. സ്തോത്രം. ഈ CT സ്കാൻ കൊണ്ട് കാണിക്കാൻ ന്യൂറോയുടെ അടുത്ത് ചെന്നപ്പം ന്യൂറോളജിസ്റ്റ് പറഞ്ഞത്, സ്തോത്രം, ഈ തലയില് ഈ CT സ്കാൻ ചെയ്തപ്പോഴാ മനസ്സിലായ ബ്രെയിൻ ട്യൂമർ വളരെ ശക്തമായിട്ട് ബാധിച്ചേക്കും. എല്ലായിടത്തേക്കും ഇത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്താലും ഇയാള് ജീവിച്ചിരിക്കത്തില്ല. കഷ്ടിച്ച് 2 മാസം ജീവിക്കും, അതിനപ്പുറം ഇയാള് ജീവിച്ചിരിക്കത്തില്ല. സ്തോത്രം. ഇത് കേട്ട് ഞങ്ങള് തിരിച്ചു വന്നു. പ്രാർത്ഥന കഴിഞ്ഞു പോയതാ. അപ്പൊ എന്നോട് പറഞ്ഞു, MRI ചെയ്ത് ഇത്രയും പെട്ടെന്ന് അടുത്ത ആഴ്ച ഇതിന്റെ റിസൾട്ടും കൊണ്ട് ചെല്ലണമെന്ന് അവർ പറയുന്ന, അവർ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ചെയ്യും. അപ്പം അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ റിലേഷനിൽ പെട്ട ഒരു സഹോദരൻ പെട്ടെന്ന് ഈ ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ബ്രെയിൻ ട്യൂമർ വന്ന വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് 6 മാസം ആയതേ ഉള്ളൂ. ആ സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ആ വിഷമം നിൽക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നേ. അപ്പൊ ഒന്നുകൂടെ ഭയമായി മാറി. സ്തോത്രം. എങ്കിലും കർത്താവിൽ അങ്ങ് ധൈര്യപ്പെട്ടു. സ്തോത്രം. അപ്പൊ MRI ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തിക ശേഷി ഒന്നുമില്ല. 8,000 അന്ന് കാലത്ത് 2006 8,100 രൂപ MRI ചെയ്യണം. ഞാനൊരു തീരുമാനം എടുത്ത്, കർത്താവെ ഞാൻ ആരോടും ചോദിക്കത്തില്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ ഞാന് കർത്താവിന്റെ സന്നിധിയിൽ എടുത്ത് തീരുമാനം, ഞാൻ പറഞ്ഞു, നമ്മൾ കർത്താവിന്റെ വേല ചെയ്യണമെന്ന ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു, നമ്മൾ അത് ചെയ്യാഞ്ഞത് കൊണ്ട് ദൈവത്തിൽ നിന്ന് വന്ന ശിക്ഷയായത് എന്നൊക്കെ പറയുവാനിടയായി. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ സംസാരിക്കത്തില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഈ പെന്നും പേപ്പറും കൊണ്ട് എഴുതി കാണിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ എല്ലാം അങ്ങ് തകർന്നു പോയത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ തന്നെ തീരുമാനമെടുത്തു. കർത്താവ്, ഞാൻ 3 കാര്യങ്ങൾ ദൈവസന്നിധി വെക്കുക, ഗിദെയോൻ വെച്ചതുപോലെ. ഞാൻ പറഞ്ഞു, കർത്താവ്, 1, ഞാന് ഒരു മനുഷ്യനോട് കടം വാങ്ങിക്കത്തില്ല. ഒരു മനുഷ്യർ എന്റെ വീട്ടിൽ വന്നാൽ അവര് എന്റെ വീട് ശൂന്യതയാണെന്ന്, ബുദ്ധിമുട്ടുള്ള ഭവനമാണെന്ന് അറിയരുത്. 2, എന്റെ ആവശ്യം ഞാൻ വേറൊരു വ്യക്തിയോട് പറയത്തില്ല. അങ്ങനെ 3 കാര്യം ദൈവസന്നിധിയിൽ വെച്ചു. ഇത് നിറവേറ്റി തരുമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. അത് ഞാൻ എടുത്ത തീരുമാനം, എന്റെ പ്രിയപ്പെട്ടവനല്ല, ഞാൻ എടുത്ത തീരുമാനം. അങ്ങനെ ഞങ്ങള് ഈ ഭവനത്തിൽ വന്നു. MRIയുടെ ചെയ്യാനുള്ള പണം കണ്ടെത്താൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഹോസ്പിറ്റലിലൊക്കെ പോയതിന്റെ ബാക്കി ഒരു 1,500 രൂപ ഉണ്ട്. അത് മാത്രമുണ്ട്. അത് കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം പലരോടും കടം വാങ്ങിക്കണമെന്നൊക്കെ സജഷൻ വന്നു.
അപ്പൊ തീരുമാനം ഇങ്ങനെ എല്ലാരും വന്ന് പറയാം, ഇത് വെച്ചോണ്ടിരിക്കരുത്, അടുത്ത ആഴ്ച MRI ചെയ്യണം, അടുത്ത ആഴ്ച. ഞാൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നെങ്കിൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തമായിട്ടെന്ന് പറഞ്ഞാൽ ആ കൃപയ്ക്കൊത്തവണ്ണം നിന്ന വ്യക്തികളാണ് ഞങ്ങൾ. അപ്പം ദൈവം അറിയാതെ അല്ല ഇങ്ങനെ ഒരു രോഗം വന്നത്. അതിന്റെ പിൻപിൽ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് ഇതിനെ നീക്കി തരുവാൻ ശക്തനാ. അതുകൊണ്ട് ഒരു മനുഷ്യരോടും വാങ്ങുകയല്ലെന്ന് തീരുമാനമെടുത്ത് ദൈവസേനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം തന്നെ ഏകദേശം 15,000 രൂപ ഒരാളെ ഭവനത്തിൽ കുറിച്ച് തരുവാനിടയായി. സോദരൻ, അന്ന് മുതൽ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. രക്തം ചെയ്യാം. അങ്ങനെ വിശ്വാസത്തിന്റെ വർധനവ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ഭാഗത്തെ ക്ലേശമുണ്ടെങ്കിലും, ഒരു ഭാഗത്തെ കഷ്ടമുണ്ടെങ്കിലും, ഒരു ഭാഗത്ത് വേദന ഉണ്ടെങ്കിലും മറു സൈഡിൽ ദൈവിക പദ്ധതി കാണുവാൻ തുടങ്ങുക. അത് ആരംഭം. അങ്ങനെ MRIക്ക് പോയി MRI ചെയ്തുകൊണ്ടിരുന്നപ്പം എത്ര മണിക്കൂറെന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അത്രയും മണിക്കൂർ, എന്റെ മൂത്ത മോൻ അന്ന് UKG പഠിക്കുക, മോനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ എന്റെ ചെറിയ കുഞ്ഞുമായിട്ടിരുന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, അങ്ങ് എന്റെ പ്രിയപ്പെട്ടവന്റെ ഈ രോഗം മാറ്റിയതിനായി സ്തോത്രം. ഞാൻ അതിനു മുമ്പ് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇത് ആവർത്തിച്ച് പറയുക. പിന്നെയും ദൈവസന്നിധിയിൽ ഇടതടവില്ലാതെ സ്തോത്രം പറഞ്ഞു. കർത്താവ് അത് മാറ്റിയനായി സ്തോത്രം, ദൈവം സൗഖ്യമാക്കിയനായി സ്തോത്രം. ഇങ്ങനെ തന്നെ എത്രയും സമയം അവര് സ്കാനിങ്ങിന് കയറിയോ അത്രയും സമയം സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ട് രക്തത്താൽ ചെയ്യാം സ്തോത്രം. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അവസാന സമയമായപ്പം അവിടെ പറഞ്ഞെന്ന് തുമ്മരുത്, ചീറ്റരുത്, പിന്നെ ഇതൊന്നും ചെയ്യരുത്, നിങ്ങളുടെ പൈസ നഷ്ടമാകും, അതുകൊണ്ട് നിങ്ങൾ അനങ്ങാതെ കിടന്നോണം എന്നൊക്കെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവൻ ആത്മാവിൽ നന്നായിട്ട് ആരാധിക്കുന്ന വ്യക്തിയാണ്. അഭിഷേകത്തിൽ നിറഞ്ഞ് ആ കിടക്കുന്ന കിടപ്പിൽ കിടന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാന 10 മിനിറ്റേ ഉള്ളെന്ന് അവിടെ ഉള്ള MRI എടുത്തോണ്ടിരുന്നവർ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു സിസ്റ്റർ വന്ന് അങ്ങനെ പറഞ്ഞു, പുള്ളിക്ക് ഒരു മയക്കം പോലെ തോന്നി. അപ്പോൾ പെട്ടെന്ന് തലമുടിക്ക് പിടിച്ച് ആരോ പുറകോട്ട് വലിക്കുന്നതായിട്ട് തോന്നി. തലയിൽ നിന്നൊരു ഭാരം താഴെ വീണു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ശബ്ദം തന്റെ കാതുകളിൽ കേൾക്കുവാനിടയായി. സ്തോത്രം. അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് ധൈര്യമായി. സ്തോത്രം. ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിരിക്കാം, അങ്ങ് വിശ്വസിച്ചു. പക്ഷെ കൃപയാൽ അതുപോലെ തന്നെ സംഭവിച്ചു. 2 CT സ്കാനും ഈ MRIയുടെ റിസൾട്ടും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവര് പറഞ്ഞ സമയത്ത് ചെന്നപ്പോ അവര് നോക്കിയപ്പം MRIക്കകത്ത് ഈ ട്യൂമറില്ല. സ്തോത്രം. 2 CT സ്കാനിന്റെ അകത്ത് ട്യൂമറുണ്ട്, MRIക്കകത്തില്ല. അവർക്ക് തന്നെ അത്ഭുതം. അവര് ചോദിച്ചത് എന്തോ പറ്റി. സ്തോത്രം. അന്നേരം പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് ഇത്ര കൂടുതലാണ്, അപ്പൊ മെഡിസിൻ ഒന്നും എനിക്ക് തരാനില്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങോട്ട് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇയാൾക്ക് രോഗമില്ലല്ലോ, പിന്നെ അങ്ങനെ ഇയാൾക്ക് മെഡിസിൻ തരും. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് സൗഖ്യം പ്രാപിച്ച് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നാലും 3 മാസം കൂടുമ്പോ ഒരു ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞു. കൃപയാൽ 2006 മുതൽ 2014 എന്റെ പ്രിയപ്പെട്ടവൻ വേർപെടുന്നത്. അന്ന് വരെ ഒരു മെഡിസിൻ പോലും ആ ഒരു നാമധേയത്തിൽ എടുക്കേണ്ടി വന്നിട്ടില്ല. സ്തോത്രം. പക്ഷെ എങ്ങനെയാ മരിച്ചതെന്നപ്പം നിങ്ങൾ ഓർക്കും, അതൊക്കെ ഞാൻ സാവകാശം പറയും. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുവാനിടയായി. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എനിക്ക് വലിയ വിദ്യാഭ്യാസവും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം പുറപ്പെടുവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി അല്ലെങ്കിൽ പോയി പഠിച്ചോ, കുഞ്ഞുങ്ങൾ 2 പേരും ഉണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വിശ്വാസത്താൽ ചെയ്തെടുക്കാമെന്ന് നമ്മൾ നോക്കിക്കോളും. ദാരിദ്ര്യം, സത്യം പറഞ്ഞ ദാരിദ്ര്യം അങ്ങ് തുടങ്ങി, ബുദ്ധിമുട്ടും അങ്ങ് തുടങ്ങി. ആരോടും പറയാൻ പറ്റുമോ? എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ആ സാഹചര്യത്തിലെ പഠിക്കാൻ പോകണമെന്ന് പറയുന്നത്. സ്തോത്രം. പഠിക്കാൻ പോകണമെന്ന് വെച്ചു. അതിനു മുമ്പെല്ലാം ലഭിക്കപ്പെട്ട സമയങ്ങളൊക്കെ പരസ്യയോഗത്തിനായി പോയിട്ട് കർത്താവ് എന്നെ വിടുവിച്ചു. അത്രയൊക്കെ പറയാൻ അറിയത്തുള്ളൂ, അത്രയൊക്കെ പറയും. ദൈവം എന്നെ സൗഖ്യമാക്കി, എന്റെ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, അങ്ങനെയൊക്കെ പറയും. കൃപയാൽ മുളക്കഴ പോയി പഠിക്കുവാനിടയായി. 3 വർഷം പഠനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഞാൻ ഉദിമൂട്ടിൽ ഒരു സഹോദരി ഉണ്ടെന്ന് പറയുന്ന ആ സഹോദരിക്ക് മക്കളിൽ 2 കൈകളിലും 2 പേരുടെ എന്റെ ചേച്ചിയുടെ കൈ അങ്ങ് ഒടിഞ്ഞു പോയി. സ്തോത്രം. കന്നുകാലികളെ വളർത്തിയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കന്നുകാലികളെ വളർത്തി ജീവിക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യം തനിക്കുണ്ടായി. ഹാർട്ടിന് അസുഖമുണ്ട്. അപ്പൊ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കന്നുകാലികളെ കറക്കുവാനും മറ്റൊന്നും ഇതിന് പശുവിനെ വളർത്തി ജീവിക്കാനുള്ള അന്നത്തെ ആ ശാരീരിക സ്ഥിതി മോശമായതുകൊണ്ട് അവർ ഇതങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ ഇവരെന്താ ഇതെന്നറിയാമോ, ഈ കാലിത്തൊഴുത്തിന്റെ തൂണ് മാത്രം നിർത്തിക്കൊണ്ട് മറ്റതെല്ലാം മാറ്റി. അതിന്റെ കാലിത്തൊഴുത്തെല്ലാം അഴിച്ചു മാറ്റി. അപ്പൊ ഈ തൂണ് ഇഷ്ടിക തൂണായിരുന്നു, ഇഷ്ടിക കെട്ടി ഉറപ്പിച്ച തൂണ്.
അപ്പൊ ഇതിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് വലിച്ചു കെട്ടി അയെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. സ്വത്രം എന്ന് പറഞ്ഞാൽ തുണി ഇടാൻ വേണ്ടി. അപ്പൊ ഈ തുണി ഇടുന്ന അയ ഇതിൽ ഇങ്ങനെ കെട്ടിയിരുന്നത് കൊണ്ട് എന്റെ ചേച്ചി ഇങ്ങനെ വലിയൊരു സൺഡേ ആരാധന കഴിഞ്ഞു വന്ന് തുണി ഇങ്ങനെ കഴുകി ഒലച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെ കഴുകി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ച് തുണി തിരുമിക്കൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് ഈ ഇഷ്ടിക വന്ന് തലക്കടിച്ച് ആ ഇഷ്ടിക കംപ്ലീറ്റും ഈ എന്റെ ദാസിയുടെ കയ്യിലേക്ക്, സഹോദരിയുടെ കയ്യിലേക്ക് വീഴുവാനിടയിൽ. തവിട് കൊടിയായെന്ന് വേണം പറയാൻ. സഹോദരൻ കൈ മുഴുവനും ഈ പാത്രത്തിന്റെ അകത്തോട്ട് ഈ ഇഷ്ടിക മുഴുവനും വന്ന് വീണ് കൈ അങ്ങ് ഒടിഞ്ഞു പോകും, അങ്ങനെ പറയും. ഇവിടുന്ന് ചെന്നപ്പോ ഒരു ഹോസ്പിറ്റലിലും എടുക്കത്തില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവരാലാകുവോളം തുടയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ മാംസം എടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ അവര് കമ്പിയെല്ലാം കംപ്ലീറ്റ് കമ്പിയായിട്ട് ഇരിക്കുക. അപ്പൊ ഇവർക്ക് മക്കളില്ല. എന്റെ ജ്യേഷ്ഠനാണെങ്കിൽ ഒട്ടും തീരെ എന്ന് പറഞ്ഞ ശാരീരിക ക്ഷമതയില്ലാത്ത ഒരു മനുഷ്യനാണ്. ഇന്ന് തന്നെ എല്ലാം കൂടെ നോക്കിയാൽ സത്യം പറഞ്ഞ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള തൂക്കം 35 കിലോയേ. ഇപ്പോഴും ആയുസോടെ ഉണ്ട്, എന്നോടൊപ്പം ഉണ്ട്. അങ്ങനെ 2006 ഞങ്ങളുടെ ഈ കഷ്ടതയ്ക്ക് പിൻപിൽ അവർക്കും കഷ്ടതയായി. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവന് പഠിക്കുവാൻ പോയ സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ കഴിയുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോ ഇവരെ കൂടെ ദൈവം ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടു. അങ്ങനെ അന്ന് മുതൽ ഇന്നിപ്പോ 19 വർഷമാകുന്നു ഞങ്ങളോടൊപ്പം ഉണ്ട്. സ്വതന്ത്രം ഞങ്ങളോടൊപ്പം ഇന്നും വസിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അത്. അപ്പോൾ ഇവരും വന്നു കയറി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആഹാരത്തിന് ബുദ്ധിമുട്ട്, ഡ്രസ്സില്ല, നല്ല ഒരു ആഹാരം കഴിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും അതിലൊന്നും അധൈര്യപ്പെട്ടില്ല. സ്തോത്രം. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സ്തോത്രം. കർത്താവ് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. കർത്താവ് നിലനിർത്തി. അങ്ങനെ ഇരിക്കെയാണ് പിന്നെ ഞങ്ങൾ ഭവനത്തിൽ അടുത്തുള്ളവരൊക്കെ വന്ന് സംസാരിക്കാൻ വരുമ്പോ അവരോട് ചേർന്ന് ഞാനിങ്ങനെ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞ ഉടനെ അത് എല്ലാ വെള്ളിയാഴ്ച ഒരു ഓൾ നൈറ്റ് പ്രെയർ ആയിട്ട് മാറി. സ്തോത്രം. അപ്പം പലരും വിഷയങ്ങൾ തരാൻ തുടങ്ങി. അങ്ങനെ ആ വിഷയങ്ങളെല്ലാം ബുക്കിന്റെ അകത്ത് എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്രയൊക്കെ ഉള്ള കഴിവേ ഉള്ളൂ നമുക്ക്, വലിയ കഴിവും പ്രാപ്തിയൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ ബൈബിൾ കോളേജിൽ പോയി തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് ആദ്യമേ കിട്ടിയത് പമ്പ കേന്ദ്രമാക്കി അവിടെയുള്ള ദേശങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലഭിക്കപ്പെടുന്ന തുച്ഛമായ 1000 രൂപ അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടും. 100 രൂപ അവിടെ ദശാംശം കൊടുക്കണം. ബാക്കിയുള്ള പണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു വരിക. അതുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നടത്താം. പക്ഷെ കൃപയാൽ ഒരു മനുഷ്യനോട് ചോദിക്കാതെ അതാത് സമയത്ത് കർത്താവ് എന്തെങ്കിലുമൊക്കെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞു വരവേ ഞങ്ങള് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ആയിട്ട് നടന്നു. അങ്ങനെ ഇരിക്കുന്നപ്പോ 2013 ആയപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. അപ്പൊ 21/7/3 ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥനകൾ നടക്കുക. പുള്ളി അപ്പോഴേക്ക് നന്നായിട്ട് ശുശ്രൂഷ മേഖലകളിൽ വർദ്ധിച്ചു വന്നു. ഉപസിച്ചും പ്രാർത്ഥിച്ചു ആ ഒരവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ് ചർച്ച എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു 5 ചർച്ച ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുങ്ങി വന്നു. ഞങ്ങൾ ഒരു 7 ദിവസം ഉപവാസം. അപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഒരു ചർച്ച ലഭിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ദാസൻ ഞങ്ങള് അവിടെ പോയി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകാൻ വേണ്ടി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കർത്താവിന്റെ ദാസന്റെ അടുക്കൽ കയറി ഏകദേശം 5 സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുക സഭ. കർത്താവിന്റെ ദാസൻ അത്രയും ശുശ്രൂഷയിൽ മികവ് കാണിച്ചതുകൊണ്ട് പലയിടത്തു നിന്നും ഇങ്ങനെ ആലോചന വന്നു. പക്ഷെ ഞങ്ങൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് കട്ടപ്പന തന്നെയാണ്. ആ ദൈവദാസൻ ഒന്നും അറിഞ്ഞിട്ടില്ല, കട്ടപ്പന തന്നെ നിങ്ങൾക്ക് ശുശ്രൂഷ. കറണ്ട് പോയതുകൊണ്ടാണ്. സ്തോത്രം. ഇങ്ങനെ ഒരു സാഹചര്യം ഒന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിലേക്ക് ശുശ്രൂഷ മാറ്റുവാനിടയായി. അവിടെ ഇരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവന് പെട്ടെന്ന് വൈറൽ ഫീവർ പിടിവിട്ടു. അപ്പൊ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ബ്രെയിൻ ട്യൂമർ വന്ന സൗഖ്യമായ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഈ വൈറൽ പനി വന്ന് ബാധിച്ചൊരു മരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും ധരിച്ചിരുന്നില്ല. സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ നിശ്ചയം അങ്ങനെയായിരുന്നു. 2014 മാർച്ച് മാസം 9 കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായിട്ട്. സ്തോത്രം. പക്ഷെ അപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമോ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കും? അതുവരെ ഞാൻ എങ്ങും പോയിട്ടില്ല. എന്നെ പ്രാർത്ഥന കൊണ്ട് മാത്രം അന്നും ജീവിക്കുന്നു. 2006 മുതൽ
വിശ്വാസ ജീവിതം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളില്ല. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞ ഉടനെ എനിക്കറിയത്തില്ല, ഞാൻ എന്തെങ്കിലും തൊഴിൽ ചെയ്താൽ ഇത്ര വലിയ ഒരു കുടുംബത്തെ ഉദ്ധരിച്ചു കൊണ്ടുപോകാൻ എനിക്ക് കഴിയത്തില്ല. സ്തോത്രം. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മോന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷെ ഞാൻ എന്തോ ചെയ്തു, ഞാൻ അറിഞ്ഞ സത്യത്തിൽ അങ്ങ് നിന്നു. സ്തോത്രം. അപ്പൊ എന്നോട് മോൻ ചോദിച്ചു, അമ്മ ഇത്രയും നാളും ഒക്കെ എന്റെ പപ്പാക്ക് കിട്ടുന്ന തുച്ഛമായ ലഭിക്കപ്പെടുന്ന നന്മ കൊണ്ട് നമ്മൾ ജീവിച്ചു, ഇനി എങ്ങനെ ജീവിക്കും? കർത്താവിൽ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്കൊരു ദൈവാലോചന തന്നു. ഒരു ഇന്ത്യൻ ആർമിയിൽപ്പെട്ട ഒരു സഹോദരൻ, അല്ലെ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ സകല കാര്യങ്ങളും ആ രാജ്യം ഏറ്റെടുത്ത് ചെയ്യുമെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യം കർത്താവ് ചെയ്യാതിരിക്കുമോ, നടത്താതിരിക്കുമോ എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല. സ്തോത്രം. എന്റെ കഴിവനുസരിച്ച് ഏത് ജോലി ചെയ്താലും ഇത്ര വലിയൊരു കുടുംബത്തെ പുലർത്തുവാൻ എന്നെ കൊണ്ട് കഴിയാതെ വരും. എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും ഈ കുടുംബത്തെ പുലർത്തുവാനും എന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധി താന്നു ദൈവകരങ്ങളിൽ എന്നെയും എന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു. സ്തോത്രം. ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞല്ലോ, 2006 മുതൽ അത്ഭുതം കാണാൻ തുടങ്ങി. ആ അത്ഭുതം ഇന്നും നിലനിൽക്കുക. ഇന്നും. സ്തോത്രം. ഇതുവരെ കർത്താവ് നിലനിർത്തി. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എന്റെ മൂത്ത സഹോദരി, ഞാൻ പറഞ്ഞല്ലോ വിവാഹം കഴിഞ്ഞ് 2ാമത് വിവാഹം കഴിഞ്ഞെന്ന്. ആ സഹോദരിയുടെ ഭർത്താവ് 2011 മരണമടഞ്ഞു. അതിനുശേഷം സഹോദരി ഒറ്റയ്ക്കായിരുന്നു പാർക്കുന്നത് എറണാകുളത്ത്. അപ്പം 2017 ആയപ്പോഴേക്കും 17-18 കാലയളവിൽ തനിക്ക് പെട്ടെന്ന് ഒരു രോഗം നേരിട്ടു. ഞാൻ ആരോടും ചോദിച്ചില്ല. ഞാൻ പെട്ടെന്ന് പോയി സഹോദരിയെ ഭവനത്തിൽ കൊണ്ടുവന്ന ഞാൻ പാർപ്പിക്കുവാൻ ഇടയായി. അപ്പൊ സഹോദരിക്ക് ഒരു ചെറിയ വരുമാന മാർഗം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് എന്റെ സഹോദരിയുടെ ഹസ്ബൻഡ് BSNL ജോലിക്കാരനായതുകൊണ്ട് ഒരു തുച്ഛമായ പെൻഷൻ ഉണ്ടായിരുന്നു തനിക്ക്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എന്റെ സഹോദരിയെ നന്നായിട്ട് നോക്കുവാൻ കർത്താവ് സാഹചര്യങ്ങൾ ഒരുക്കി. ഞാൻ കൊണ്ടുവന്ന ഭവനത്തിൽ കൊണ്ടുവന്നാക്കി. ഹോസ്പിറ്റലിൽ തോറും മാറി കയറി ഇറങ്ങി നടന്ന് കാല് മുറിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞു. സാഹചര്യം. ഈ കുടുംബത്തിന്റെ കാര്യം നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, എന്റെ ഈ പ്രിയപ്പെട്ടവളെ നോക്കണം. അങ്ങനെ മരണം വരെയും കർത്താവിന്റെ കൃപയാൽ ആ മരണം വരെയുള്ള സകല കാര്യങ്ങളും എന്നെ കൊണ്ട് കർത്താവ് ചെയ്തു. അതൊക്കെയായിരുന്നു ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. വലിയ ശുശ്രൂഷകളൊന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും ഇതൊക്കെ എന്റെ ഒരു ജീവിതത്തിന്റെ ശുശ്രൂഷ ആണെന്ന് വേണം എനിക്ക് പറയാൻ പറ്റും. സ്തോത്രം. അങ്ങനെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ മരണം കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോഴ് എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ഇങ്ങനെ വസിച്ചു വരുന്നത്. എന്നാൽ ഇതിന്റെ ഈ ഇടയ്ക്ക് എനിക്കൊരു പ്രത്യേകിച്ച് വലിയൊരു അത്ഭുതം കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തു. അതും കൂടെ പറയുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മകനും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി. BCom കഴിഞ്ഞു, ഡിപ്ലോമ കഴിഞ്ഞു. സ്തോത്രം. അവന് ചെറിയൊരു ജോലി ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞങ്ങളുടെ ഈ ദേശത്ത് തന്നെ ഇന്ന് മാറിയിട്ടുണ്ട്. ഇതുവരെ റാന്നി എന്ന പ്രദേശത്തായിരുന്നു. ഇന്ന് ആ ജോലിയിൽ നിന്ന് അവിടെ നിന്ന് മാറുവാൻ ഇടയായിട്ട് സ്തോത്രം. ഇന്ന് കോന്നി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവൻ മാറി. മോളും നഴ്സിംഗിന് പഠിക്കുന്നു. വിശ്വാസത്താലാണ് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തുന്നത് കേട്ടോ. ഞാൻ കൃപയാൽ എനിക്കൊരു ലോണിന് അപേക്ഷിച്ചാൽ പോയാൽ എനിക്ക് ലഭിക്കത്തില്ല. സ്തോത്രം. ഞാൻ മെനക്കെട്ട് പോകാറുമില്ല. എനിക്ക് അത്രയും സമയം കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത്രയും സമയം പ്രാർത്ഥിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി അങ്ങ് വിശുദ്ധി അല്ല, അതല്ല ഞാൻ പറയുന്നത്. എനിക്ക് ലഭിക്കപ്പെടുന്ന സമയങ്ങൾ ഞാൻ അത്രത്തോളം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനാ താല്പര്യം. കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ എന്ന് പറയട്ടെ. കുഞ്ഞുങ്ങളെ മോളിപ്പോ 2ാമത്തെ വർഷം നേഴ്സിംഗ് പഠിക്കുന്നു. മോന് ഇവിടെ ഞാനിപ്പോ പറഞ്ഞതുപോലെ ചെറിയൊരു ജോലി ചെയ്യുന്നു. സ്തോത്രം. പക്ഷെ ഇതും കൊണ്ടൊന്നുമല്ല, കർത്താവ് കൃപയാൽ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാനിപ്പോ പറഞ്ഞതുപോലെ പെട്ടെന്ന് എനിക്കൊരു രോഗം നേരിടുവാൻ ഇടയായിട്ടത്. സ്തോത്രം. അതൊരു 8-9 വർഷമായിട്ട് ഹസ്ബൻഡിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സഹോദരി ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ലോകത്തിൽ നിന്ന് വേർപെട്ടത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആ സഹോദരിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി പല പ്രാവശ്യം കടന്നു പോയതുകൊണ്ടും ഹോസ്പിറ്റലിലൊക്കെ തന്നെ കൊണ്ട് പോയതുകൊണ്ടും ഇത് എങ്ങനെയാണെന്ന് ഈ രോഗം വരുന്നതും ഇതിന്റെ അതൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം വന്ന് കണ്ടപ്പോ എനിക്ക് ഒത്തിരി മനസ്സിലാക്കുവാൻ കഴിയും. അത് കാരണം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇതെന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്
ഇതൊരു രോഗമായി, ഇത് ക്യാൻസർ തന്നെ അല്ലാതെ വേറൊന്നും അല്ല. അതും അത്രമാത്രം കുറെ കാലഘട്ടങ്ങൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നു, ഉപസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ നിന്നു. ആദ്യം ബ്ലഡ് വരാൻ തുടങ്ങി, പിന്നെ അങ്ങ് പഴുത്തു വല്ലാത്ത ഒരു നിലകളിലായി. സ്തോത്രം. കഴിഞ്ഞ വർഷം ഞാനിത് ആരോടും പറയാതെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതിയൊക്കെ ഇരുന്നു. പക്ഷെ എന്റെ സഭയിൽ ചർച്ച് പാസ്റ്ററോട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു, എനിക്ക് ശാരീരികമായ ക്ലേശമുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ലജ്ജ കാരണം ഞാൻ പറയാൻ മടിച്ചു. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ചർച്ചിൽ പറയും, ഞങ്ങളുടെ ഈട്ടിച്ചോട് ചർച്ച ബോർഡിലാണ് കൂടുന്നത്, അന്ന് ഈട്ടിച്ചോട് ചർച്ച ബോർഡ്. അപ്പൊ കർത്താവിന്റെ ദാസൻ ഇത് ചർച്ചിൽ പറയുവാനിടയായി, എന്തോ ലാലിസിന് ശാരീരികമായി ഒത്തിരി ക്ലേശം അനുഭവിക്കുന്നു എന്ന് പറയുവാനിടയായി, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് സഭയിലുള്ള എല്ലാവരും ചോദിച്ചു, എന്നെ കണ്ടാലൊന്നും രോഗമാണെന്ന് പറയത്തില്ലല്ലോ, പിന്നെ എന്താ ഈ രോഗം? അപ്പൊ ഞാൻ എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷത്തോടായിരിക്കണം. ഒരു ദുഃഖം ഞാൻ ആരുടെയും മുമ്പിൽ കാണിക്കാറില്ല. എന്റെ മുഖത്ത് നോക്കിയാൽ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയാണെന്ന് ആരും പറയും. എന്നോട് ചോദിച്ചു എന്തുവാ, എന്റെ ഒരു കൂട്ടു സഹോദരി ചോദിച്ചപ്പോ ഞാൻ വിവരം പറഞ്ഞു. എന്നോട് പറഞ്ഞു ഹോമിയോ ഡോക്ടറെ ഒന്നുകൊണ്ട് കാണിക്കാൻ പറഞ്ഞു. നമ്മുടെ സാമ്പത്തികത്തിന്റെ ആ നിലവാരം അനുസരിച്ച് മറ്റു ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകാൻ എനിക്ക് മടി. കാരണം എനിക്കറിയാം ചികിത്സ ചെയ്താലും ആളെ ലഭിക്കത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റിലേറ്റീവായിട്ടുള്ള ആ സഹോദരി മരിച്ചുപോയി. അതിനുശേഷം ആ സഹോദരിയുടെ മകൾ ഇപ്പൊ ഇന്ന് ഈ സമയത്ത് ഐസിയുവിൽ കിടക്കുക. അവള് ഭയങ്കര ശാരീരികമായി ക്ഷീണം അനുഭവിച്ച് കൊച്ചു പൈതല. അവൾക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. സ്തോത്രം. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൾക്ക് ചെറിയൊരു തടിപ്പ് വന്നത് കണ്ടിട്ടാണ് അവള് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കണ്ടപ്പോൾ അവൾ ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടും ഇന്നത് മുഴുവനും ലങ്സിലും കിഡ്നി 2 ഫെയിലിയർ ആയി പോയി. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇതെല്ലാം കാണുന്ന കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ രോഗം ഇത് തന്നെയാണ്. കാരണം അതുപോലെ പഴുപ്പും ബ്ലഡും ഇങ്ങനെ വന്നോണ്ടിരിക്കുക ശരീരത്തിൽ. അപ്പൊ ഞാൻ ഹോമിയോ ഡോക്ടറോട് ചെന്ന് വിവരം പറഞ്ഞപ്പോഴേ ഡോക്ടർ എന്നോട് പറഞ്ഞു 4th സ്റ്റേജ് ആണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോക്കിയില്ല, ലക്ഷണം കേട്ടതേ ഉള്ളൂ, ഞാൻ വിവരം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു 4th സ്റ്റേജ് ആണെങ്കിൽ പറ്റത്തില്ല, ഫസ്റ്റ് വല്ലതുമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് നിങ്ങള് മാമോഗ്രാഫി ചെയ്ത് വരാൻ പറഞ്ഞു. ഞാന് പെട്ടെന്ന് അന്നും ഇന്നും എനിക്ക് പറ്റുന്ന ഞാൻ സഭയെ വിളിച്ചു പാസ്റ്ററോട് പറഞ്ഞു. ഞങ്ങളുടെ പാസ്റ്റർ ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ PA രാജൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനോട് പറഞ്ഞ ഉടനെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഭവനത്തിൽ 3 ദിവസത്തെ ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചു. ഞങ്ങൾ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഒരു ഭാഗത്ത്, ഇവര് കരയുന്നു, കുടുംബത്തിൽ എല്ലാവരും വേദനപ്പെട്ടിരിക്കുന്നു. കാരണം പിതാവില്ലാത്ത വിഷമം അവരനുഭവിച്ചു. അവരെ അറിയിക്കാതെ കർത്താവ് നടത്തുന്നു. അപ്പൊ മാതാവും കൂടെ നഷ്ടപ്പെട്ട ആളത്തെ അവസ്ഥ. അങ്ങനെ കരഞ്ഞു ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മോൻ ഒരു കാഴ്ച കണ്ടു. മോൻ പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ, ശക്തമായി എല്ലാവരും ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനൊരു കാഴ്ച കണ്ടു. നമ്മുടെ ശരീരത്തിലേക്ക് തീ ഇറങ്ങുന്നത്, ചില കോശങ്ങളൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവനങ്ങ് ധൈര്യപ്പെട്ടു. അവനിങ്ങനെ ധൈര്യപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്കും അതൊരു ധൈര്യമായിട്ട് മാറി. സ്തോത്രം. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ബിലീവേഴ്സിൽ പോയി ഡോക്ടറെ കാണിച്ചു. സർജനായിരുന്നു. സർജൻ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ഈ ലക്ഷണമെല്ലാം കണ്ടപ്പോഴേ പറഞ്ഞു ഇത് ക്യാൻസറിന്റെ ലക്ഷണമാണ്. അല്ലാതെ അപ്പൊ അവർക്കറിയാമല്ലോ കാര്യങ്ങളെല്ലാം. അവര് വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഏതായാലും മാമോഗ്രാഫ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്തു. 3 പ്രാവശ്യത്തെ സ്കാൻ. ആദ്യത്തെ സ്കാൻ ചെയ്തപ്പോ അവർക്ക് പിന്നെ ഡൗട്ട് തോന്നി, മെഡിസിൻ തന്നു നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് RCCയിലെ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട്, ഡോക്ടർ ജിനു എന്ന് പറയുന്ന ഒരു സ്തോത്രം. അവിടെ RCCയിലെ ഡോക്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഡോക്ടർ ഇത് പിന്നെ രണ്ടാമതും ആന്റിബയോട്ടിക് തന്നപ്പോഴും പിന്നെ അത് പഴുത്തു കഴിഞ്ഞപ്പോഴേ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യ്, ആ ജിനു ഡോക്ടറെ കൂടെ പോയി കാണിച്ചിട്ട് RCCയിലല്ലേ. അപ്പൊ ഡോക്ടർ അത് കൺഫേം ആക്കാതെ പുള്ളി കണ്ടിട്ട് പറയാതെ എനിക്ക് ഇനി ട്രീറ്റ്മെന്റ് മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കണ്ടപ്പോഴാണ് 2 മുഴ വീണ്ടും ഉണ്ടെന്ന് പറയും. അങ്ങനെ 3 പ്രാവശ്യം അവര് സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ 3ാമത്തെ പ്രാവശ്യം അവര് നോക്കിയപ്പോ ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോ അടുത്ത ഡോക്ടേഴ്സിനെ ഒക്കെ വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഞാനിങ്ങനെ സ്കാനിങ് ബെഡിൽ കിടക്കുക, സ്കാൻ ചെയ്തുകൊണ്ട് ഇരിക്കുക. അപ്പൊ അവര് വന്നു നോക്കി പോയതിനു ശേഷം എന്താണെന്ന് അറിയത്തില്ല, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അവസാനം സർജൻ എന്നെ വിളിച്ചിട്ട് എന്നെ കാണിച്ചു. ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട്
എന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോ, എന്ന് പറഞ്ഞാൽ അല്ലാതെ കാണിക്കല്ല, കമ്പ്യൂട്ടറിൽ ഇട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ സാറേ? അന്നേരം എന്നോട് പറഞ്ഞു, കണ്ടോ കുറെ ഭാഗം കരിഞ്ഞിരിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചു. കുറെ ഭാഗം കരിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു പാത പോലെ കുറെ കരിഞ്ഞിരുന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഈ വിത്തുവകളൊക്കെ എടുത്തു കഴിയുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗർത്തമില്ലേ, അതേപോലെ ഒരു ഗർത്തവും കുറെ ഗർത്തവും കാണുന്നു. അവിടെയും കരിഞ്ഞിരിക്കും, പാത പോലെ കുറച്ച് കരിഞ്ഞ് പിന്നെ ഒരു ഗർത്തം കരിഞ്ഞിരിക്കുന്നു. ഈ ഡോക്ടർ എന്നോട് പറയാം, ഇത് കണ്ടോ, ഇതെന്തോ കരിഞ്ഞിങ്ങനെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, അതിനാ ഞാൻ ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ചതെന്ന് പറയുവാനിടയായി. അങ്ങനെ കർത്താവ് എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തു. അങ്ങനെ സൗഖ്യത്തിന്റെ വിശ്വാസത്തിന്റെ പാതയിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇന്ന് വരെ എനിക്ക് പറയാനാണ് ഒത്തിരി അത്ഭുതങ്ങൾ. എന്റെ ഓരോ ദിവസത്തെ ജീവിതം തന്നെ അത്ഭുതമാണ്. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളുടെ പഠനം, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനെ നഴ്സിംഗിന് പഠിപ്പിക്കുക, ഇതുവരെ ലോണ് മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ സാമ്പത്തിക പരിസ്ഥിതി നിങ്ങൾ വന്ന് നോക്കിയാൽ അറിയാം, ഒന്നുമില്ല, കാണുമ്പോ എല്ലാം ശൂന്യമാണ്. പക്ഷെ ഇത്രയും പേരുടെ ഞങ്ങളുടെ ഒരു കാര്യത്തിനും മുടക്കം വരുന്നില്ല. എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. വിശ്വാസത്താൽ അവള് പഠിക്കുന്നു, മോനിപ്പൊ ചെറിയൊരു ജോലി ചെയ്യുന്നു. ഇങ്ങനെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തും. അന്നത്തെ ഏലിയാവിന്റെ ദൈവം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നല്ലാതെ പറയുവാൻ എനിക്കൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വന്ന് എന്റെ ദേശത്ത് ചോദിച്ചാൽ അറിയാം എങ്ങനെ ജീവിക്കുന്നത്. എന്റെ ദേശക്കാർക്ക് അത്ഭുതമാണ്, എന്റെ സഭക്കാർക്ക് അത്ഭുതമാണ്, എന്നെ അറിയുന്നവർക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം അത്ഭുതമാണ്. ചെയ്യാനുള്ളിടത്തും കൊടുക്കാനുള്ളിടത്തും എല്ലാം കർത്താവ് എന്റെ തല കുനിക്കാതെ കൊടുക്കേണ്ടത് കൊടുത്തും ചെയ്യേണ്ടത് ചെയ്തും എടുത്തും ഇന്ന് വരെ എന്റെ ദൈവം എന്നെ നിലനിർത്തുന്നു. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്റെ മിടുക്കൊന്നുമല്ല, എന്റെ കഴിവൊന്നുമല്ല, ഇതുപോലെയുള്ള ദൈവജനത്തിന്റെ വിലയേറിയ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇതുവരെ നിലനിർത്തിയത്. സ്തോത്രം. അതുകൊണ്ട് ഇന്നും രോഗം സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന ജീവിതങ്ങൾ ഏതൊക്കെ കഷ്ടത്തിൽ, ഏതൊക്കെ രോഗത്തിൽ അല്ലെങ്കിൽ ഭാരത്തിലാണോ നിങ്ങൾ ഈ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഏതൊക്കെ കഷ്ടതയിലായിരുന്നാലും എന്തൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് നേരെ വന്ന ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങൾ സേവിക്കുന്ന കർത്താവിന് കഴിയുമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് എവിടെയും ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും, എനിക്ക് പിതാവില്ല, എന്റെ മാതാവ് ഇതിനോടിടയ്ക്ക് നഷ്ടപ്പെട്ടു. എന്റെ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം, രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാതാവ് നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്റെ ഭർത്താവ് 37-ാമത്തെ വയസ്സിൽ, എന്റെ 37-ഉം തന്റെ 38-ാമത്തെ വയസ്സിലും കർത്താവ് നിത്യതയിലേക്ക് തന്നെ ചേർത്തുകൊണ്ടു. ഹല്ലേലൂയ. പക്ഷെ ഇന്നും ധൈര്യത്തോടെ എന്റെ പിതാവുള്ളതിനേക്കാൾ, എന്റെ ഭർത്താവുള്ളതിനേക്കാൾ എന്റെ കുഞ്ഞുങ്ങളെയും എന്നെയും ശ്രേഷ്ഠമായ രീതിയിൽ നടത്തുവാൻ ദൈവം ശക്തനാണെന്ന് ഉറച്ചത് കൊണ്ട് ഇന്ന് വരെ ഒന്നിനും കുറവ് വരുത്താതെ ദൈവം ഞങ്ങളെ നടത്തുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂടെ എന്റെ സഹോദരി കുടുംബമുണ്ട്. സ്തോത്രം. മറ്റൊരു സഹോദരിയെ രോഗാവസ്ഥയിൽ നോക്കുവാനിടയായി തീർന്നു. ഇങ്ങനെയെല്ലാം കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് അനുകൂലമായി നിന്ന് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും. അതുകൊണ്ട് ഈ ദൈവത്തെ വിട്ട് എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും പോകരുത്, ദൈവസന്നിധി വിട്ട് പോകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നിത്യതയിൽ ചെല്ലുവോളം. പൗലോസ് പറഞ്ഞതുപോലെ നൊടി നേരത്തേക്കുള്ള നിത്യതേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ. സ്തോത്രം. ഞാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതുപോലെ എന്റെ തലമുറ, ഒരു ഭക്തന്റെ തലമുറ എപ്രകാരമായിരിക്കണമോ അപ്രകാരം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അവരെ അതിന്റെ നിലയിൽ ഒരു പിതാവില്ല എന്നുള്ള കാരണത്താൽ ആ പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹം ഒന്നിച്ചു കൊടുത്തുകൊണ്ട് അതെ എന്ന് പറഞ്ഞാൽ ആ ശിക്ഷണത്തിനും ശാസനയിലും വളർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ പറയുന്നത് ദേശത്ത് വന്ന, ഇപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് തോന്നും ഞാൻ ഉയർത്തി പറയുകയാണ്. നല്ല ദേശത്ത് വന്ന് ചോദിച്ചാൽ അറിയാം, സഭയിൽ ചോദിച്ചാൽ അറിയാം, മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ നിത്യതയിലെത്തണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ കടന്നുപോയ പാതയിൽ ഞങ്ങൾക്കും ചെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനോട് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും അല്ല, കർത്താവിന്റെ സന്നിധിയിൽ ചെന്നെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആഗ്രഹം. അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നെ ഇത്രത്തോളം ശ്രവിക്കുവാൻ
ദൈവം നിങ്ങളെ സഹായിച്ചല്ലോ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതിന് മുഖാന്തരമായ ജോയ്സ് ടിവിയുടെ ചാനൽ കർത്താവിന്റെ ദാസി റേച്ചൽ ആന്റിക്ക് എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്നേഹവാനായ ദൈവമാണ്. നടത്തുന്ന ദൈവം, പരിപാലിക്കുന്ന കർത്താവ്, അമ്മയേക്കാൾ അപ്പനേക്കാളൊക്കെ ഉപരിയായി നമ്മെ നടത്തുവാൻ ശക്തനായ കർത്താവ്. ഹല്ലേലൂയ. സ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിൻ്റെ ദാസിയെ, കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയൊക്കെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പിന്നെയും ദൈവം അത്ഭുതത്തിൻ്റെ വഴികളിലൂടെ ദൈവദാസിയെ നടത്തട്ടെ. നിത്യതയോളം വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള കൃപ കർത്താവ് നൽകി തരട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുസ്. കർത്താവെ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവന്റെ പാദപീഠം അടുത്തു വരുന്ന കർത്താവെ, ഞങ്ങളായിരുന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാനും അതിനെ കർത്താവെ ഹല്ലേലൂയ ജനത്തിന്റെ മുൻപാകെ സാക്ഷീകരിക്കാനും ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദി പറയും. അതിന് മുഖാന്തരമായ ഈ കർത്താവ് ജോയ്സ് ടിവി എന്ന ചാനലിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. അതിന് നേതൃത്വം നൽകുന്ന അഭിഷിക്തനെയും കുടുംബത്തിനെയും അങ്ങയുടെ ദാസിയെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ മുഖാന്തരം കർത്താവെ കർത്താവിന്റെ നാമം എത്രമാത്രം ഉയർത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അത്രമാത്രം ദേശത്ത്, രാജ്യത്ത്, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. ഈ ചാനലിനെ അതിനായി ഒരുക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ ഹല്ലേലൂയ ചേർന്ന് നിൽക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം അവരോട് മനസ്സലിമാറാകണമേ. കഷ്ടത്തിൽ കൂടെ, ക്ലേശത്തിൽ കൂടെ, രോഗത്തിൽ കൂടെ, വേദനയിൽ കൂടെ ഒക്കെ പോകുന്ന പ്രിയപ്പെട്ടവരാണ് ഈ സാക്ഷ്യം കേൾക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതലായി, സൗഖ്യമായി, ദൈവശക്തിയായി, ഉറപ്പായി, ഹല്ലേലൂയ പ്രത്യാശയായി, വിശ്വാസത്തിന്റെ വർധനവിന് കാരണമായി തീരുവാൻ ഈ സാക്ഷ്യ മുഖാന്തരം പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് തരുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ.